ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് അങ്ങനെ ചിന്നു പറയുന്നു ആറാഴ്ച ചെയ്തെന്ന് എന്ന് പറഞ്ഞു അമ്മ എന്താണ് പ്രശ്നമെന്ന് അറിയില്ല. ഹീറോയിന് ആറാൻ പറഞ്ഞു സൂസൈഡ് ചെയ്തതാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഓരോക്കെ ചെയ്തു. പിന്നെ പോലീസ് പറഞ്ഞ ഷുഗാണുണ്ടായിരുന്നു. അങ്ങനെ ക്രിഞ്ച് ചെയ്ത് ആ പെണ്ണ് ഇങ്ങനെ എണീച്ച് അങ്ങനെ പെണ്ണെല്ലാം കേട്ടായിരുന്നു. പെണ്ണ് കരഞ്ഞിട്ട് പറയാൻ തുടങ്ങി. മാം നടന്നൊരു ഹീറോയി സമാധാനമാക്കുക ഹീറോയിനോട് പറഞ്ഞത്. ശരി ഓക്കെ ആരാ ചെക്കൻ്റെ ഫോട്ടോ ഉണ്ടോ? ഉണ്ട് മാം, എനിക്ക് വിളിച്ച് ടോർച്ചർ അത് മാത്രമല്ല ആരാന്നറിയില്ല മാം. ഒരിക്കൽ അറിയാൻ വേണ്ടി അവൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അവനെനിക്ക് ഫോട്ടോ അയച്ചു തരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ ആരാൻ കേൾക്കുമ്പോൾ അവനെനിക്ക് ഫോട്ടോ അവൻ്റെ അയച്ചു തരണം. അങ്ങനെ ഫോട്ടോ അവൻ്റെ ഫോൺ നമ്പർ അങ്ങനെയായിട്ട് അങ്ങനെയായിട്ട് കോൾ ചെയ്ത് ജങ്കോക്കോനോട് പറഞ്ഞു. ജങ്കോ ഹാക്കറാണ്. ജങ്കോ ഹാക്ക് ചെയ്ത് പറയാൻ തുടങ്ങി അവൻ എവിടെ ഉള്ളത്. അങ്ങനെയായിട്ട് ആറാം പറഞ്ഞപ്പോൾ ഷുഗർ പോയിട്ട് അവനെ പിടിച്ചു. അടി വെച്ച് നിറയെ ഗേൾസ് അങ്ങനെ ചെയ്ത് ഫോട്ടോസ് എടുക്കായിരുന്നു. അവർക്കറിയാതെ അവർ ഫോൺ ആക്ട് ചെയ്യുക, ഫോട്ടോസ് എടുക്കാമായിരുന്നു. അതിൽ ആ കുട്ടി ഫോട്ടോ പറഞ്ഞാൽ ആ കുട്ടീൻ്റെ ഫോട്ടോ ഒന്നുമില്ലായിരുന്നു. ആ കുട്ടീനെ മിരട്ടായിരുന്നു. എഡിറ്റിങ് ചെയ്ത് എന്തെല്ലാം പറഞ്ഞിട്ട് അവളെ മിരട്ടായിരുന്നു. അവൾക്ക് പേടിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനോട് പറഞ്ഞു ശരി ഓക്കെ എന്ന്. അപ്പോൾ അവളെ സോൾവായി. എന്നാൽ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമായിരുന്നു. ആറും എന്താണ് അങ്ങനെ നല്ല കാര്യമൊന്നുമില്ല പറഞ്ഞവർ സംസാരിക്കുന്നത്. ജിമ്മിനെ നോക്കായിരുന്നു ഹീറോയ്ക്ക് പിടിച്ച്. കാണാൻ ഹാൻസം ആയിട്ടുണ്ട്. അങ്ങനെ പേര് ജിമിൻ. വയസ്സ് വയസ്സ് 25. അങ്ങനെ ഹീറോ ഷോക്കായിരുന്നു. ശരി ഓക്കെ ഇവനെ അങ്ങനെയായിട്ട് ഹീറോയിച്ച് ഉണ്ടാതായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി സംസാരിക്കുമായിരുന്നു ജിന്നോട്. ശരി ഓക്കെ ജിൻ എന്നിട്ട് പറഞ്ഞു. അങ്ങനെയായിട്ട് ഓക്കെ സാർ താങ്ക്സ് എന്ന് പറഞ്ഞു ഹീറോയി കോളേജിൽ വന്ന് ജിമ്മിന് ഹീറോയിനെ നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് അങ്ങനെ അങ്ങനെ കോളേജിൽ ഒരു ഗേൾ വന്നായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞ ഒരു ബിസിനസ് മാൻ ഗേൾ. അങ്ങനെ ആറമ്മനുണ്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ബിസിനസ് മാൻ ഗേൾ പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ടാണ്. അവൾക്ക് ആറമ്മനെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയിനോട് പറഞ്ഞതിന് രണ്ടുപേരും ഫ്രണ്ട്സായി ആറമ്മ അവളോട് സംസാരിച്ചു. ആറമ്മക്കും പിടിച്ചായിരുന്നു. രണ്ടുപേർക്ക് എൻഗേജ്മെൻ്റ് ആയി. ഹീറോയി അങ്ങനെ ഒരു മാരേജൊക്കെ വന്നായിരുന്നു. അങ്ങനെ രണ്ടുപേർക്ക് മാരേജായി. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് അലൻസ് നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹിറ്റ്ലർ സംസാരിക്കുമായിരുന്നു. ഇത് ജിമ്മിനിക്കറിയാം. ജിമ്മിനിയും പ്ലാൻ ചെയ്ത് തുടങ്ങി നോക്കിച്ചത്. എനിക്ക് അവളെ ഇഷ്ടമാണോ അതുകൊണ്ട് ജിമ്മിനോട് പറഞ്ഞു എന്താടാ നിനക്ക് അവളെ ഇഷ്ടമാണോ. അങ്ങനെ ജിമ്മിന് വീട് മതിയാക്കി ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഓക്കെ അങ്ങനെയായിട്ട് ജിമ്മിനിക്കും ഹീറോയ്ക്കും മാരേജായി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ജിമ്മിനോട് പറയുന്നത് ജിമ്മിൻ എങ്ങനെയാടാ സൂട്ടാവും. അങ്ങനെ ജിമ്മിനോട് പറയുന്നത് ജിമ്മിൻ എന്താ അങ്ങനെ ഹീറോയ്ക്ക് അതൊന്ന് സെറ്റാവണമെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ജിമ്മിന് പറഞ്ഞു എന്താ സെറ്റാവാത്തത്. ജിമ്മൻ എനിക്കിപ്പോൾ 27 വയസ്സ്, നിനക്ക് 25 വയസ്സ്, അതെങ്ങനെ ജിമ്മിൻ സെറ്റാവുമെന്ന് ഹീറോയി ചോദിച്ചായിരുന്നു. അതെ ഹീറോയി അവൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ജിമ്മിന് പറയുന്നത് ഏജ് കപ്പായ പ്രശ്നമൊന്നുമില്ല എനിക്കെന്നെ പിടിച്ചിന്. ആ ജിമ്മിൻ പിടിച്ചു കിസ് വിടടോ എന്താടാ നീ ചെയ്യുന്നതെന്ന് ഹീറോയി വഴക്ക് പറഞ്ഞ ജിമ്മിന് കേൾക്കില്ല. ഞാൻ നിന്നെ കേൾക്കണമെന്ന് പറഞ്ഞു ജിമ്മിൻ കിസ്. അതെ ഡോക്ടറും പഠിച്ചുകൊണ്ടുണ്ട് ജിമ്മിൻ പഠിച്ചുകൊണ്ടുണ്ട്. പിന്നെ ഡോക്ടറാണ്. അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ പഠിക്കാൻ പറ്റൂ. അത് ജിന്നിൻ്റെ ഹോസ്പിറ്റലാണ്. ജിൻ പറഞ്ഞു നീ പഠിച്ചോനെയോ ഇതിലെ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അതായിട്ട് നല്ല ടാലൻ്റുള്ള ഡോക്ടറാണ് ജിമ്മിൻ. അതുകൊണ്ട് ജിമ്മിന് പറഞ്ഞ് അനുസരിക്കുമില്ല പറഞ്ഞ്. അതൊരു കോളേജിൽ മാത്രമേ ഉണ്ടോ ജിന്നിൻ്റെ ഹോസ്പിറ്റലും. ജിമ്മിൻ കേൾക്കുമില്ലേ ഹീറോ. അങ്ങനെ രണ്ടുപേരെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ജിമ്മിൻ പഠിപ്പിക്കാൻ പ്രൊഫസറായിട്ടുണ്ടാ വരുന്നു. ആ ഹോസ്പിറ്റലിൽ നന്നായിട്ട് പഠിക്കും. പിന്നെ കുറച്ചാൾക്ക് സ്പെഷ്യൽ ക്ലാസ് പ്രൊഫസറായിട്ടും ജിമ്മിൻ പഠിപ്പിക്കും. ട്യൂട്ടറായിട്ട് പഠിപ്പിക്കും. അതെ ട്യൂട്ടറായിട്ട് ജിമ്മിൻ പഠിപ്പിക്കും. പിന്നെ ഇല്ല പ്രൊഫസറായിട്ട് പഠിപ്പിക്കും. വേറെ പ്രൊഫസർ വന്നില്ല. ജിമ്മിന് പകരമായി ക്ലാസ് എടുക്കും. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് നല്ല ക്യൂട്ടായ ട്വിൻസ് ബേബി ചോദിച്ചു. അതെ ആറമ്മക്കും ട്വിൻസ് ബേബിയാണ്. അങ്ങനെ 2 കുട്ടികൾ 4 കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. ജിമ്മിന് പറയായിരുന്നു ഞാൻ ഹീറോയി ചോളയായി സംസാരിക്കായിരുന്നു. എന്നാൽ ബേബിക്ക് 1 വയസ്സായി. 6 വയസ്സ് ബേബിക്ക് 2 വയസ്സായി. അങ്ങനെയായിട്ട് ഹീറോയി പറയാൻ തുടങ്ങി. അങ്ങനെ അവ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഡേയ്സ് പോയി ഇങ്ങനെ പറയുന്നു എന്ത് പറ്റിയിടി ഒന്നുമില്ല. അങ്ങനെയായിട്ട് അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങിയപ്പോൾ കുട്ടികളെല്ലാം വളർന്നു വലുതായി. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട്
പറയാൻ തുടങ്ങി. എന്താ മച്ചി ഇങ്ങനെ നടക്കാൻ, എന്താണ് പറ്റി? ആ എൻ്റെ ബേബിക്ക് ഇപ്പം 4 വയസ്സ്, എൻ്റെ ഇപ്പം 3 വയസ്സാണ്. അങ്ങനെയായിട്ട് ഫ്രണ്ടൊക്കെ ഒരുമാതിരിയാൻ തുടങ്ങി. ഓർമ്മിച്ചാൻ തുടങ്ങി. ഈയിടെയൊക്കെ കൺഫ്യൂസായി. എന്താടി പറ്റി? ഇല്ലടി എനിക്ക് തല കറക്കും മതിയാണ്. ഓമിച്ചാൻ തുടങ്ങി. ജിമ്മിൻ അവിടെ ഉണ്ടായിരുന്നു. ജിമ്മിൻ ഔട്ടായി. ജിമ്മിനിക്ക് എന്ത് പറ്റി? ജിമ്മിൻ അങ്ങനെയായിട്ട് ഒരു ഓർഡർ ചെയ്ത് അങ്ങനെ അത് വന്നു. ഇത് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നു. അങ്ങനെ പോയിട്ട് ചെക്ക് ചെയ്തു. ചെക്ക് നോക്കുമ്പോൾ ഡബിൾ വീണായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആറം പോയി വിടറോ, ആറം എന്തോ ഇത് കാട്ടിയായിരുന്നു. അവർക്ക് രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. ഓടിപ്പോയി ഹാറം വേണി എന്താടി നോക്ക്. ആറം നോക്കി ഇതാണോ എന്ന് കേട്ടോ നോക്കി. സത്യമാണോടി? അത് ആറാം പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഹീറോയി ജോലിയായിട്ട് സംസാരിക്കായിരുന്നു. ജിമ്മിനും പിന്നെ ഹീറോയിൻ്റെ കൂടെ പറയുന്നത് ഹീറോയിൻ്റെ ഉള്ളതൊന്നും ജിമ്മിന് പറഞ്ഞു. ഇതെടുത്തു. ഇനി നിനക്ക് നിനക്ക് പീരിയഡ് വന്നിട്ടില്ല. രാവിലെ നീ വോമിറ്റ് ചെയ്തായിരുന്നു. അതേക്കുറിച്ച് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒന്ന് ഓർഡർ ചെയ്തിരുന്നു. ഹീറോയി പോയിട്ട് ചെക്ക് ചെയ്തു. ഹീറോയി വരുന്നിട്ടാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജിമ്മിൻ്റെ അമ്മയ്ക്ക് ഹീറോയുടെ ഡാഡിക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 ബേബീസ് വരാമെന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഡേയ്സ് പോയി തുടങ്ങി. 2 പേർക്ക് ബോയ് ബേബി ജനിച്ചു. 2 ബേബീസ് ബോയ് ബേബിയാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആറമ്മക്കും ഹീറോയുടെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് 2 പേർക്ക് ബോയ് ബേബി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഡേയ്സ് വളർന്നു. കുട്ടികൾ വളർന്നു വലുതായി. ഇപ്പോൾ കുട്ടികൾക്ക് 4 വയസ്സ്. അതെ 4 വയസ്സായി. 4 പേരുടെ 2 കുട്ടികൾ തന്നെ തുടങ്ങി. എനിക്ക് വന്നു എന്നാൽ 2 പേര് വളർന്നു. ഡേയ്സ് പോലെ കുട്ടികൾ വളർന്നതായി. ഇപ്പോൾ 2 പേര് സ്കൂൾ 6ാം ക്ലാസ് പഠിക്കാറുണ്ട്. അങ്ങനെ 2 കുട്ടികൾ പറയാൻ തുടങ്ങി. പിന്നെ കുട്ടികളെ ചേച്ചി വരാൻ തുടങ്ങി. അവർ 6ാമൻ്റെ വയസ്സ് 2 വയസ്സ് ജൂൺ ബേബി അടിച്ചു എന്ന് പറയുന്നു. 6ാമന് ഫസ്റ്റ് ബേബി അടിച്ചു. ഇവൻ പഠിക്കുന്ന ടോർച്ച് ജിമ്മിൻ്റെ ബേബി പറയുന്നു. അങ്ങനെ ചേട്ടൻ എല്ലാവരും സെക്കൻഡ് ബേബീസ് അങ്ങനെ പറയുന്നു. 3 ആട്ടിക്കുട്ടികൾ വഴക്ക് പറയായിരുന്നു. ചേട്ടൻ 6ാമൻ്റെ ഫസ്റ്റ് ബേബി പഠിക്കുകയാണ്. അതുമാത്രമല്ല ഇവന് ചേട്ടനെ കൂടി പഠിക്കാൻ പോയി. ചേട്ടനെ കൂടി ചേച്ചിയും കൂടി പഠിക്കാൻ പോയെന്ന് ജിമ്മിൻ്റെ ബേബീസ് പറയായിരുന്നു. അത് ജിമ്മിൻ്റെ ഫസ്റ്റ് ബേബി പറയാൻ തുടങ്ങി. മൂച്ചി എന്താടാ പ്രശ്നം? ഇല്ല ചേട്ടാ പഠിക്കും.